നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഡാലിയ. പ്രധാന വാർത്തകൾ. റേഷനിംഗ് സമ്പ്രദായം അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ പ്രതിഷേധം ശക്തം. CPIയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. അരി വിതരണം മുടങ്ങിയതിൽ വ്യാപക പ്രതിഷേധം. കാഞ്ഞങ്ങാട്ട് ഉപഭോക്താക്കളുടെ റേഷൻ കട ഉപരോധ സമരം. ബാവിക്കരയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. പരിശോധന മുടങ്ങിക്കിടക്കുന്ന തടയണ നിർമ്മാണം പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി. വൈദ്യുതി സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടിയുമായി എനർജി മാനേജ്മെന്റ് സെന്റർ. ചെർക്കള മാർത്തോമ സ്കൂളിൽ ഊർജോത്സവം സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂരിലെ പീസ് ഇന്റർനാഷണൽ സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി ബഹുജന മാർച്ച്. മാർച്ച് സംഘടിപ്പിച്ചത് ഹിന്ദു ഐക്യവേദി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസത്തിന്റെ കൈത്തിരി. റവന്യൂ റിക്കവറിക്ക് മേലുള്ള മൊറട്ടോറിയം 1 വർഷത്തേക്ക് നീട്ടി. പ്രമേഹ രോഗത്തെ ആസ്പദമാക്കി കാഞ്ഞങ്ങാട്ട് സെമിനാർ. പരിപാടി സംഘടിപ്പിക്കുന്നത് PN പണിക്കർ ആയുർവേദ മെഡിക്കൽ കോളേജ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേരളത്തിലെ റേഷനിംഗ് സമ്പ്രദായം അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ CPIയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കുക, റേഷനിംഗ് സമ്പ്രദായം അട്ടിമറിക്കുന്ന നയം പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPIയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മാർച്ച് CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു ഫോറം വിതരണം ചെയ്ത് ആ ഫോറത്തിൽ സ്വയമേവ സത്യവാങ്മൂലം നൽകി മുൻഗണന വിഭാഗത്തിൽപ്പെടുന്നവരും മുൻഗണനാ വിഭാഗത്തിൽപ്പെടാത്തവരുടെയും പട്ടിക തയ്യാറാക്കാൻ തയ്യാറായി. എന്നാൽ അതുപോലും പൂർത്തിയാക്കാതെ 3 വർഷക്കാലം കേരളത്തിൽ ഭരിച്ച UDFകാർ നിയമസഭയ്ക്കകത്തും പുറത്തും ഇപ്പോൾ പറയുന്നു 5 മാസം കൊണ്ടായില്ലേ നിങ്ങൾ എന്ത് ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കാത്തത് എന്ന്. കേരളം ഇന്ത്യയിലെ ഭക്ഷ്യകമ്മി നേരിടുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. പതിറ്റാണ്ടുകളായി കേരളത്തിൽ നിലനിന്നിരുന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷനിംഗ് സമ്പ്രദായം തകർക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. വർഷങ്ങളായി റേഷൻ ലഭിച്ചിരുന്ന ഭൂരിപക്ഷം ആളുകളെയും അതിൽ നിന്നും മാറ്റി നിർത്തുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്ന് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പറഞ്ഞു. നേതാക്കളായ BV രാജൻ, KV കൃഷ്ണൻ, CP ബാബു, ബംഗളം കുഞ്ഞികൃഷ്ണൻ, M ഹസൈന, V രാജൻ തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. റേഷൻ കടകളിൽ അരി വിതരണം നടക്കാത്തതിൽ പ്രതിഷേധം. മുൻഗണനാ ലിസ്റ്റിലെ അപാകതയ്ക്കെതിരെ ഗുണഭോക്താക്കൾ റേഷൻ കട ഉപരോധിച്ചു. അതിഞ്ഞാൽ ARD 139 റേഷൻ കടയ്ക്ക് മുന്നിലാണ് ഗുണഭോക്താക്കൾ സമരമായി രംഗത്തെത്തിയത്. ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ റേഷൻ കടയുടമ തയ്യാറാകുന്നില്ലെന്ന് ഗുണഭോക്താക്കൾ ആരോപിക്കുന്നു. നിലവിൽ തയ്യാറാക്കിയ ഗുണഭോക്താക്കളുടെ മുൻഗണനാ ലിസ്റ്റിലും വ്യാപക ക്രമക്കേട് നടന്നതായി ആരോപണമുണ്ട്. 400-ലധികം പേർ പട്ടികയിൽ നിന്നും പുറത്താണെന്ന് ഗുണഭോക്താക്കൾ പറയുന്നു. പഞ്ചായത്ത് അംഗം ചെരക്കാടത്ത് ഹമീദ് സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ റേഷൻ ഷോപ്പിൻ്റെ പരിധിയിൽ വരുന്ന 600ഓളം കുടുംബാംഗങ്ങളിൽ ഏകദേശം 421ഓളം കുടുംബാംഗങ്ങൾ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം നിന്ന് പുറത്തായിരിക്കുകയാണ്. സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ ഏത് മാനദണ്ഡം അടിസ്ഥാനമാക്കിയാണ് ഈ ലിസ്റ്റ് പരിശീലിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ലിസ്റ്റിൽ ഉള്ള പലരും സാമ്പത്തികമായി വളരെ ഉയർന്നു നിൽക്കുന്നവരും പുറത്തായവർ സാമ്പത്തികമായി വളരെ അധികം പിന്നോക്കം നിൽക്കുന്നവരുമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഭക്ഷ്യസാധനത്തിൻ്റെ തോത് വെട്ടിക്കുറച്ചപ്പോൾ മാത്രമാണ് ഈ ഒരു തട്ടിക്കൂട്ടിയിട്ടൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറായത്. P അബ്ദുൽ കരീം അധ്യക്ഷനായി. SK കുട്ടൻ, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, KV അബ്ദുൾ റഹ്മാൻ ഹാജി, തെരുവത്ത് മൂസ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണം നിലച്ച ബാവിക്കര സ്ഥിരം തടയണയുടെ ശേഷിക്കുന്ന ഭാഗത്തിന്റെ ഘടന പരിശോധിക്കുന്നതിനായി വിദഗ്ധ സമിതി പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പൈസുനിപ്പുഴയുടെ ആലൂർ മുനമ്പത്തെ തടയണ നിർമ്മാണ സ്ഥലത്താണ് ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയത്. പാതിവഴിയിൽ നിർമ്മാണം നിലച്ച ബാവിക്കരയിൽ തടയണ നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായാണ് സന്ദർശനം. ഇതിന്റെ ഘടന തയ്യാറാക്കാനായി 1 മാസം മുമ്പാണ് സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. ജല അതോറിറ്റി കാസർഗോഡ് നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും വിതരണം ചെയ്യാനുള്ള വെള്ളം ശേഖരിക്കുന്ന ബാവിക്കര ജലസംഭരണിയിൽ വെള്ളം കെട്ടിനിർത്തുന്നതിനും
വേനൽക്കാലത്ത് സംഭരണിയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനും വേണ്ടിയാണ് സ്ഥിരം തടയണ നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ നിർമ്മാണം തുടങ്ങി 21 വർഷം കഴിഞ്ഞിട്ടും തടയണയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ആലൂർ മുനമ്പത്ത് പയസ്സിനി പുഴയ്ക്ക് കുറുകെ 121 മീറ്റർ നീളത്തിലുള്ളതാണ് നിർദ്ദിഷ്ട തടയണ. ഇരുഭാഗത്തുമായി 2 വീതം ഇരുമ്പ് ഷട്ടറുകളും മധ്യഭാഗത്ത് പലകയുമായിട്ടാണ് ആദ്യം ഇതിന്റെ ഘടന തയ്യാറാക്കിയത്. എന്നാൽ തടയണ നിർമ്മാണത്തിനായി മണ്ണിട്ട് നികത്തിയതിനെ തുടർന്ന് ആദ്യം തയ്യാറാക്കിയ ഘടന ഒഴിവാക്കുകയായിരുന്നു. 4 കോടിയിൽ പരം രൂപ ഇതിനായി ചിലവഴിച്ചിരുന്നു. ഇത്തവണ വേനൽക്കാലത്തെ ജലക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജലവകുപ്പ് അധികൃതർ ഭാവി പരിപാടികൾക്ക് നടപടി തുടങ്ങിയത്. ചെർക്കള മാർത്തോമ സ്കൂളിൽ ഊർജോത്സവ മത്സരം സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന എനർജി മാനേജ്മെന്റ് കേന്ദ്രത്തിന്റെയും സ്മാർട്ട് എനർജി പ്രോഗ്രാം ഫോർ സ്കൂൾസിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെർക്കള മാർത്തോമ സ്കൂൾ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി കാസർഗോഡ് DDE യു കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായി നാം പുതിയ ഊർജ സ്രോതസ്സുകളെ പരിവർത്തിപ്പിച്ചെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് വ്യാപൃതമാക്കേണ്ട കാലം വളരെയേറെ കടന്നുപോയിരിക്കുന്നു എന്ന് നാം ഓർക്കേണ്ടതായിരുന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന ഒരു ഊർജ സ്രോതസ് എന്നുള്ള നിലയിൽ സൂര്യനെ നാം വല്ലാതെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റുപാടും കിട്ടാവുന്ന ഊർജ ഉറവിടങ്ങൾ ഓരോ നിമിഷത്തിലും വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നാം ഈ ഊർജ സ്രോതസ്സുകളെ എത്രയേറെ ചൂഷണം ചെയ്യുന്നു, ഞാൻ ആ വാക്ക് മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്, എത്രയേറെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ തന്നെ അപ്പോൾ തന്നെ പ്രകൃതിയും ഭൂമിയും നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ AG മാത്യു, കാസർഗോഡ് KSEBയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നാഗരാജ് ഭട്ട്, AEO P. രവീന്ദ്രനാഥ റാവു, മഞ്ചേശ്വരം AEO നന്ദികേശ്, കുമ്പള AEO കൈലാസമൂർത്തി, അനറ്റ് എഞ്ചിനീയർ K. മുഹമ്മദ് റാഷിദ്, SCB ജില്ലാ കോർഡിനേറ്റർമാരായ V. പ്രശാന്തൻ, VTV മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഊർജോത്സവത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂരിലെ പീസ് ഇന്റർനാഷണൽ സ്കൂൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ച് ITയിൽ പോലീസ് തടഞ്ഞു. കേരള പോലീസിൽ ദേശവിരുദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 458 പേരുണ്ടെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ളതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് പറഞ്ഞു. IS ബന്ധമുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ തൃക്കരിപ്പൂർ പീസ് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ഹിന്ദു ഐക്യവേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവരുടെ തലമുറയെ തയ്യാറാക്കാൻ ഇവിടെ കൂടിയിട്ടുള്ള ഏതെങ്കിലും മുസ്ലിം മതപണ്ഡിതന്മാരുണ്ടോ, മുസ്ലിം മത സഹോദരന്മാരുണ്ടോ, മുസ്ലിം മത നേതാക്കന്മാരുണ്ടോ? അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞുവിടാൻ തയ്യാറാവണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ISലേക്ക് അല്ല ആളുകൾ പോകേണ്ടത്, IASലേക്ക് പോകട്ടെ. ഈ രാജ്യത്തെ രക്ഷിക്കുവാനുള്ള അത്തരം കാര്യങ്ങളിലേക്ക് ആളുകൾ പോകുന്ന നടപടികളല്ല വേണ്ടത്. പ്രധാന കേസുകളിൽ ഉൾപ്പെടെ പ്രതികൾ വഴുതി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു കാര്യത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തതയില്ല. സംസ്ഥാന പോലീസിലുള്ള ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. മുസ്ലിം മതത്തിനോ വിഭാഗത്തിനോ അവർ നടത്തുന്ന സ്ഥാപനങ്ങൾക്കോ എതിരെയല്ല സമരം. പക്ഷേ മതസ്വാധീനം ഉപയോഗിച്ച് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയാണ് ഈ സമരം. UDF LDF നേതാക്കളുടെ അവിഹിതമായ ബന്ധമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമെന്ന് അവകാശപ്പെടുന്ന കണ്ണൂരിൽ പോലും ഭീകരവാദം വളരാൻ കാരണമാകുന്നതെന്ന് ഹരിദാസ് കൂട്ടിച്ചേർത്തു. ഹിന്ദു ഐക്യവേദി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വാമനാചാര്യ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ TB ഷിബിൻ തൃക്കരിപ്പൂർ, രഘുരാം കാളിംകോട്, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി AP ഹരീഷ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി
എ വേലായുധൻ, ജില്ലാ സെക്രട്ടറി ടി കുഞ്ഞിരാമൻ, തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് എം ഭാസ്കരൻ, ജനറൽ സെക്രട്ടറി വെങ്ങാട്ട് കുഞ്ഞിരാമൻ, RSS നീലേശ്വരം ഘട്ട് കാര്യവാഹക ഹരീഷ് കുമ്പളപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് പ്രതിഷേധ മാർച്ച് പി സ്കൂൾ പരിസരത്ത് പോലീസ് തടഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ റവന്യൂ റിക്കവറിക്ക് മേലുള്ള മൊറട്ടോറിയം 1 വർഷത്തേക്ക് കൂടി നീട്ടി. ആശങ്കയിലായിരുന്ന ദുരിതബാധിതർക്ക് ആശ്വാസമായിരിക്കുകയാണ് ഈ പ്രഖ്യാപനം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ചികിത്സയ്ക്കും മറ്റുമായി വിവിധ ബാങ്കുകളിൽ നിന്നും എടുത്ത ലോണുകൾ തിരിച്ചടക്കാത്തവരുടെ സ്ഥലവും മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളും ജപ്തി ചെയ്യുന്ന നടപടികളിൽ നിന്നും മോചനം നേടാനാവാതെ ബുദ്ധിമുട്ടുകയായിരുന്നു ദുരിതബാധിതരുടെ കുടുംബങ്ങൾ. ജപ്തി നടപടികളിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കുടുംബങ്ങൾ പീഡിത മുന്നണിയുടെ നേതൃത്വത്തിലും മറ്റുമായി സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഇക്കാര്യത്തിൽ ഇടപെട്ട് വേണ്ടത് ചെയ്യുമെന്ന ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ സർക്കാർ 1 വർഷത്തേക്ക് കൂടി റവന്യൂ റിക്കവറിക്കുള്ള മൊറട്ടോറിയം നീട്ടിയത്. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം. ജപ്തി അടക്കമുള്ള നടപടികൾക്കെതിരെ എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കലടക്കം നിരവധി പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. മന്ത്രിസഭയുടെ ഈ തീരുമാനം ദുരിതബാധിതരെയും അവരുടെ കുടുംബങ്ങളെയും തെല്ലൊന്നുമല്ല സന്തോഷിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ലോക ആയുർവേദ ദിനം ജില്ലയിൽ 28-ന് വിവിധ പരിപാടികളോടെ ആചരിക്കും. PNB ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ പ്രമേഹ രോഗത്തെ ആസ്പദമാക്കി കാഞ്ഞങ്ങാട്ട് മൊബൈൽ എക്സ്പോ സംഘടിപ്പിക്കും. ധന്വന്തരി ജയന്തി ദിനമായ 28-ന് ദേശീയ ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ദേശീയ ആയുർവേദ ദിനമായി ആചരിക്കാൻ തീരുമാനം. ആയുർവേദ ദിനത്തിൽ പ്രമേഹ പ്രതിരോധവും ചികിത്സയും ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. പറക്കളായി PNB ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് മൊബൈൽ എക്സ്പോ സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട് കൈലാസ് ജംഗ്ഷനിൽ വെച്ചാണ് പരിപാടികൾ നടക്കുന്നത്. ഒക്ടോബർ 28-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഇവിടെ കൈലാസ് തിയേറ്ററിന് അടുത്തുള്ള കോട്ടശ്ശേരി കൈലാസ് തിയേറ്ററിന് അടുത്തുള്ള ഒരു ആൽമരം ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മളൊരു ചെറിയ ഫംഗ്ഷൻ, ഇനോഗ്രൽ ഫംഗ്ഷൻ സംഘടിപ്പിക്കുന്നത്. നഗരസഭ ഉപാധ്യക്ഷ സുലേഖ മേഡമാണ് ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് ഈ ദേശീയ ആയുർവേദ ദിനത്തിൻ്റെ. അതോടൊപ്പം തന്നെ വിശിഷ്ടാതിഥിയായിട്ട് നമ്മുടെ സബ് കളക്ടർ ശ്രീമതി മൃണ്മയി ജോഷി അവരുകളാണ്. പ്രമേഹം നിയന്ത്രിക്കാനുള്ള യോഗാസന മുറകളുടെ പ്രദർശനവും നടക്കും. മേഹാന്തകദാശമിനിയുടെ വിതരണവും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ വി കൃഷ്ണകുമാർ, ഡോക്ടർ വി വേണുഗോപാലൻ, ഡോക്ടർ വി ശശിധരൻ, KV കുഞ്ഞിക്കണ്ണൻ, S ജോൺ, ഡോക്ടർ വിപിൻനാഥ്, ഡോക്ടർ ചെന്നകേശ്വർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉപ്പളയിലെ ഗുണ്ടാ മാഫിയകളെ അമർച്ച ചെയ്യാൻ ശക്തമായ നടപടികളുമായി പോലീസ് രംഗത്ത്. ഇതിനു മുന്നോടിയായി സ്ഥിരമായി കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നവരെ നിരീക്ഷിച്ചു വരികയാണ്. ഉപ്പളയിലും പരിസര പ്രദേശങ്ങളിലും അടുത്തിടെ നിരവധി ഗുണ്ടാ ആക്രമണങ്ങളാണ് അരങ്ങേറിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. ഇതിനിടെ ഉപ്പള ദർഗയ്ക്ക് സമീപം താമസിക്കുന്ന മുഹമ്മദ് റൌഫിനെ മണിമുണ്ട കടൽക്കരയിൽ കുഴിച്ചിട്ട സംഭവം ഏറെ വിവാദമായിരുന്നു. മണ്ണിൽ കുഴിച്ചിട്ട റൌഫിന്റെ തല മൊട്ടയടിച്ച് പീഡിപ്പിച്ച സംഭവം ചർച്ചയായതോടെയാണ് പോലീസ് കർശന നടപടികളുമായി രംഗത്ത് വന്നത്. ഉപ്പളയിലെ അറിയപ്പെടുന്ന ഗുണ്ടാ നേതാവ് കാലിയ റഫീഖിന് ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്ന കാര്യവും വിശദമായി അന്വേഷിച്ചു വരികയാണ്. നിരവധി കേസുകളിൽ പ്രതിയായ റഫീഖ് നാളുകൾക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയിരുന്നു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ തിങ്കളാഴ്ചകളിൽ ചെന്ന് ഒപ്പിടാൻ കോടതി നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും കാലിയ റഫീഖ് ഇതൊന്നും പാലിക്കുന്നില്ല എന്നാണ് പോലീസിന്റെ ഭാഷ്യം. റഫീഖിനെതിരെ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിന് നടപടിയുണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. കണ്ണൂർ മംഗലാപുരം റൂട്ടിൽ ഒക്ടോബർ 28-ന് ട്രെയിനുകൾ വൈകിയോടും. റെയിൽവേ പാലത്തിന്റെ ഉരുക്ക് ഗർഡറുകൾ മാറ്റി കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനോടനുബന്ധിച്ചാണ് തീവണ്ടികൾ വൈകുന്നത്. പഴയങ്ങാടി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് ഗർഡറുകൾ മാറ്റി സ്ഥാപിക്കുന്നത്. ഗർഡറുകളുടെ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഒക്ടോബർ 28 വെള്ളിയാഴ്ച മിക്ക ട്രെയിനുകളുടെയും സർവീസ് സമയത്തിൽ മാറ്റമുണ്ടാകും. ഇതുമൂലം നിരവധി യാത്രക്കാരാണ് ബുദ്ധിമുട്ടുന്നത്. കൃത്യസമയത്ത് ഓഫീസുകളിലും സ്കൂളുകളിലും എത്തേണ്ട നിരവധി പേരെ ഇത് സാരമായി ബാധിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിലെ ട്രെയിനുകളുടെ സമയക്രമത്തിലാണ് മാറ്റമുണ്ടാവുക. മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്, മംഗലാപുരം ചെന്നൈ മെയിൽ, നാഗർകോവിൽ മാംഗ്ലൂരു ഏറനാട് എക്സ്പ്രസ് എന്നിവയാണ് വൈകി ഓടുന്നത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ 1 മണിക്കൂർ വൈകിയാണ് ഇന്റർസിറ്റി എക്സ്പ്രസ് എത്തുക. ഏറനാട് എക്സ്പ്രസ്, ചെന്നൈ മെയിൽ എന്നിവ 45 മിനിറ്റ് വീതവും വൈകിയാണ് ഒക്ടോബർ 28-ന് ഓടുക. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ കുക്കാർ ദേശീയപാതയിലൂടെയുള്ള കാൽനടയാത്ര ദുസ്സഹമായിരിക്കുകയാണ്. കാടുമൂടിക്കിടക്കുന്ന റോഡിന്റെ ഇരുഭാഗത്തുകൂടി നിരവധി പേരാണ് ഭീതിയോടെ നടന്നു പോകുന്നത്.
കുക്കാർ ദേശീയപാതയ്ക്ക് ഇരുവശം പുല്ലുകളെ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ദിവസേന നിരവധി ജനങ്ങളാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. കാട് മൂടിക്കിടക്കുന്ന ഇവിടെ ഇഴജന്തുക്കൾ ധാരാളമായി വിഹരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ബസ് ഇറങ്ങിയ ശേഷം നടന്നു പോകുന്നത് ഇതിലൂടെയാണ്. ഏത് സമയവും ഇഴജന്തുക്കളുടെ ആക്രമണം ഉണ്ടാകുമെന്ന ഭയപ്പാടോടെയാണ് മിക്കവരും കടന്നു പോകുന്നത്. ദേശീയപാതയിൽ ഇവിടങ്ങളിലായി വളവുകൾ കൂടുതലാണ്. യാത്രക്കാർ പുല്ലുകൾ മൂടിയതു കാരണം റോഡിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നൊരു വാഹനം വന്നാൽ എങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. പുല്ലുകൾ തഴച്ചു വളരുന്നതിന് മുമ്പ് നടന്നു പോകാൻ ഇരുവശങ്ങളിലും വഴികളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതുമില്ലാതായി. വാർഡ് മെമ്പറോട് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നുവെങ്കിലും അയാൾ കണ്ട ഭാവം നടിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ റോഡിന് ഇതിൽ രണ്ട് വശങ്ങളും പുല്ല് പൊടിച്ചതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആർക്കും നടക്കാൻ പറ്റുന്നില്ല. സ്കൂൾ കുട്ടികൾ വളരെ അപകട ഭീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ട് പോകുന്നത്. സ്കൂൾ കുട്ടികൾ വരുന്ന സമയത്ത് രണ്ട് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്ത് അധികൃതർ ഇതിനെ ഒന്ന് കനിഞ്ഞ് ഇതൊന്ന് ശരിയാക്കി തരണമെന്ന് നമ്മൾ നാട്ടുകാർ എന്ന നിലയ്ക്ക് ഈ നമ്മളൊരു വഴിയാത്രക്കാർ എന്ന നിലയ്ക്ക് നമ്മളൊരു അഭ്യർത്ഥനയാണ്. ഏകദേശം 200ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ പഞ്ചായത്തും അവഗണിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കാവുന്ന പ്രവൃത്തിയാണിത്. വാർഡ് മെമ്പറുടെ നിസ്സംഗതയും പഞ്ചായത്തിന്റെ അവഗണനയും ഒരു നാടിനെയാകെ വൻ അപകടത്തിലേക്കാണ് തള്ളിവിടുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പുത്തൂരിൽ ഗൃഹനാഥയെ കെട്ടിയിട്ട് പട്ടാപ്പകൽ ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങൾ കവർന്നു. ബഡഗന്നൂരിലെ വിഷ്ണുഭട്ടിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. പുത്തൂരിനടുത്ത അമ്പട്ടെമൂലെ പതേകാരിയിൽ താമസിക്കുന്ന ബഡഗന്നൂർ വിഷ്ണുഭട്ടിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. 2.5 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഇവിടെ നിന്നും കവർച്ച ചെയ്തത്. വിഷ്ണുഭട്ടിന്റെ മകനെ അന്വേഷിച്ചെത്തിയ 10 അംഗ സംഘം ഭാര്യ സാവിത്രിയുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് കെട്ടിയിട്ട ശേഷമാണ് കവർച്ച നടത്തിയത്. ഗൃഹനാഥനായ വിഷ്ണുഭട്ട് പെർളയിൽ പോയ സമയത്തായിരുന്നു കവർച്ച. പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. വീടിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. ನಮ್ಮ ಭಾವನಲ್ಲಿಂದ ಇದು ಮಾಡಿದ ಸೀರಿಯಸ್ ಉಂಟು ತಂದೆಯವರಿಗೆ, ಅವನ ತಂದೆಯವರಿಗೆ ಸೀರಿಯಸ್ ಉಂಟು. ಆಗ ನಾನು ಇಲ್ಲಿ ಯಾರೂ ಇಲ್ಲ, ಹೋಗಬೇಕಲ್ಲ, ಅದಕ್ಕೆ ಬೇಕಾಗಿ ನಾನು ಇವರಿಗೆ ಯಾರಿಗೆ ನನ್ನ ಭಾವ ಇದ್ದಾನೆ ಬೆಜ್ರಾಳ, ಅವನಿಗೆ ಫೋನ್ ಮಾಡಿ ಅವನು ಬರಲಿಕ್ಕೆ ಹೇಳಿದೆ. ಅವನು ಬಂದ ಮೇಲೆ ನಾನು ಮತ್ತು ಅವನು ಸೀದಾ ಭಾವನ ನೋಡಲಿಕ್ಕೆ ಹೋದೆವು. ಆವಾಗ ಮತ್ತೆ ಗೊತ್ತಿಲ್ಲ ನನಗೆ ಇಲ್ಲಿ ಬೇರೆ ವಿಷಯ ಆದದ್ದು, ಅದು ಅವರಲ್ಲಿ ಕೇಳಬೇಕಷ್ಟೇ. നോർത്ത് കോട്ടച്ചേരിയിലെ തുളിച്ചേരി കുമ്മണ്ണാർ കളരിയിൽ അച്ഛന്മാരുടെ സ്ഥാനാരോഹണം നടന്നു. മുത്തച്ഛന്റെയും ഇളയച്ഛന്റെയും ആചാരസ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. നോർത്ത് കോട്ടച്ചേരിയിലെ തുളിച്ചേരി കുമ്മണ്ണാർ കളരിയിൽ അച്ഛന്മാരുടെ സ്ഥാനാരോഹണം ഭക്തിയുടെ നിറവിൽ നടന്നു. മൂപ്പും ഇളമയും കുറിച്ച് ആചാരപ്പണവും ആചാരപ്പേരും വിളിച്ച് കരിവേടകം കൃഷ്ണൻ കുരിക്കളും കയനാടൻ വീട്ടിൽ കുഞ്ഞിരാമനും അച്ഛന്മാരായി സ്ഥാനമേറ്റു. മൂപ്പിളമയനുസരിച്ച് മൂത്തച്ഛനായി കരിവേടകം കൃഷ്ണൻ കുരിക്കളും ഇളയച്ഛനായി കയനാടൻ വീട്ടിൽ കുഞ്ഞിരാമനും സ്ഥാനമേറ്റു. നിലവിലുള്ള ഇളയച്ഛന് മൂത്തച്ഛന്റെ സ്ഥാനം നൽകിയും തറവാട്ടിലെ ഏറ്റവും പ്രായം ചെന്ന അടുത്ത അവകാശിയെ ഇളയച്ഛനായും അവരോധിച്ചു. ചിത്താരി വാരിക്കാട്ടിലത്ത് പത്മനാഭ തന്ത്രിയാണ് ആചാരപ്പേര് ചൊല്ലി വിളിച്ചത്. ആചാരപ്പേര് സ്വീകരിച്ച മൂത്തച്ഛനും ഇളയച്ഛനും മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെത്തി കെട്ടിച്ചുറ്റൽ നടത്തി. ആചാരപ്പണം നൽകിയാണ് കെട്ടിച്ചുറ്റൽ നടത്തിയത്. മടിയൻ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ മുഴുവൻ കഴക ജോലി ചെയ്യുന്നവർക്കും ആചാരപ്പണം കൈമാറുകയുണ്ടായി. ആചാരപ്പണം നൽകി തിരിച്ചെത്തിയ അച്ഛന്മാരെ കുമ്മണ്ണാർ കളരിയിൽ മൂത്തമ്മ എതിരേൽക്കുകയുണ്ടായി. തുളിച്ചേരി കുമ്മണ്ണാർ കളരി ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടോത്സവം ഒക്ടോബർ 27 തുടങ്ങും. 27 വൈകിട്ട് 5:30 സർവൈശ്വര്യ വിളക്ക് പൂജ നടക്കും. രാത്രി 10:30 അഞ്ചണങ്ങൻ ഭൂതം അരങ്ങിലെത്തും. 11:30 ചെറിയ ഭഗവതി കെട്ടിയാടും. 28 ഉച്ചയ്ക്ക് 12 മണിക്ക് ദണ്ഡ്യങ്ങാനത്ത് ഭഗവതി കെട്ടിയാടും. രാത്രി 7:30 നൃത്യനൃത്തങ്ങൾ നടക്കും. 9:30 കുമ്മണ്ണാർ കളരി ഭഗവതി ക്ഷേത്രം കോൽക്കളി സംഘത്തിന്റെ കോൽക്കളിയും നടക്കും. രാത്രി 11:30 ചെറിയ ഭഗവതി കെട്ടിയാടും. 29 ഉച്ചയ്ക്ക് 12 മണിക്ക് ദണ്ഡ്യങ്ങാനത്ത് ഭഗവതി അരങ്ങിലെത്തും. രാത്രി 7 മണിക്ക് കണ്ണൂർ സംഘകലയുടെ വിൽക്കലാമേളയും അരങ്ങേറും. 30 ഉച്ചയ്ക്ക് 12 മണിക്ക് ദണ്ഡ്യങ്ങാനത്ത് ഭഗവതി കെട്ടിയാടും. 12:30 അന്നദാനം നടക്കും. 1 രാത്രി 8 മണിക്ക് കുണ്ടാർ ചാമുണ്ടി കെട്ടിയാടും. 2 രാവിലെ 11 മണിക്ക് കുണ്ടാർ ചാമുണ്ടി കെട്ടിയാടും. വിളക്കലേരി ചടങ്ങോടെ കളിയാട്ടം സമാപിക്കും. 57ാമത് ഹൊസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ അവസാനത്തോടെ കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു.
ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവം നവംബർ 25 മുതൽ 30 വരെ തീയതികളിൽ കാഞ്ഞങ്ങാട് സൗത്ത് സ്കൂളിൽ നടക്കും. സ്കൂൾ കലോത്സവം വിജയിപ്പിക്കാനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രിയെ പങ്കെടുപ്പിക്കാനും തീരുമാനമുണ്ട്. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലോഗോ പ്രകാശനം നടന്നു. ഡോക്ടർ കെ പി സുധാകരൻ ലോഗോ പ്രകാശനം ചെയ്തു. എം അസൈനാർ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് ബാബുരാജ്, ഹെഡ്മാസ്റ്റർ ടി ജനാർദ്ദനൻ, SMC ചെയർമാൻ KV ദാമോദരൻ, ശബരീശൻ, ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. PV ശ്യാമപ്രസാദാണ് ലോഗോയുടെ രൂപകൽപ്പന നിർവഹിച്ചത്. KSTP റോഡ് പണി അടിയന്തരമായി പൂർത്തീകരിച്ച് യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന ആവശ്യം. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ കാഞ്ഞങ്ങാട്ട് ബ്രാഞ്ച് സമ്മേളനം സമാപിച്ചു. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം പി സ്മാരക ഹാളിലാണ് നടന്നത്. കാഞ്ഞങ്ങാട് ടൗണിൽ KSTP റോഡ് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും യാത്ര ചെയ്യുന്നതിനും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. റോഡ് അറ്റകുറ്റപ്പണി അടിയന്തരമായി പൂർത്തീകരിച്ച് പൊതുജനങ്ങളുടെയും യാത്രക്കാരുടെയും ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം K നരേഷ് കുമാർ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ ജാഥ നടത്തുന്നത്. അതുകൊണ്ടാണ് ജോയിന്റ് കൗൺസിൽ ശില്പശാല ഇങ്ങനെ ജനപക്ഷ സിവിൽ സർവീസിൽ ഇവിടെ നടത്തുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും നല്ല ഒരു സർവീസ് നൽകണം. ജീവനക്കാരുടെ മൗലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു. അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ കാര്യത്തിൽ ബ്രാഞ്ച് പ്രസിഡന്റ് CK ബിജുരാജ് അധ്യക്ഷനായി. സംസ്ഥാന കൗൺസിൽ അംഗം N മണിരാജ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് കുഞ്ഞമ്പു മാവുവളപ്പിൽ, ജില്ലാ സെക്രട്ടറി ഭുവനചന്ദ്രൻ, R മനോജ് കുമാർ, KM സരോജിൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി K കരുണാകരൻ സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. റേഷനിംഗ് സമ്പ്രദായം അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ പ്രതിഷേധം ശക്തം. CPIയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. അരി വിതരണം മുടങ്ങിയതിൽ വ്യാപക പ്രതിഷേധം. കാഞ്ഞങ്ങാട്ട് ഉപഭോക്താക്കളുടെ റേഷൻ കട ഉപരോധ സമരം. ബാവിക്കരയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. പരിശോധന മുടങ്ങിക്കിടക്കുന്ന തടയണ നിർമ്മാണം പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി. വൈദ്യുതി സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടിയുമായി എനർജി മാനേജ്മെന്റ് സെന്റർ. ചെർക്കള മാർത്തോമ സ്കൂളിൽ ഊർജോത്സവം സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂരിലെ പീസ് ഇന്റർനാഷണൽ സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി ബഹുജന മാർച്ച്. മാർച്ച് സംഘടിപ്പിച്ചത് ഹിന്ദു ഐക്യവേദി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസത്തിന്റെ കൈത്തിരി. റവന്യൂ റിക്കവറിക്ക് മേലുള്ള മൊറട്ടോറിയം 1 വർഷത്തേക്ക് നീട്ടി. പ്രമേഹ രോഗത്തെ ആസ്പദമാക്കി കാഞ്ഞങ്ങാട്ട് സെമിനാർ. പരിപാടി സംഘടിപ്പിക്കുന്നത് PN പണിക്കർ ആയുർവേദ മെഡിക്കൽ കോളേജ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.